Good morning. Good morning. Morning, all. Good morning. Good morning. Good morning. Harida sir, good morning. Good morning. Good morning. ഇന്ന് സാറേ എത്തിയിട്ടില്ലേ? സാറിന് എങ്ങനെയുണ്ട് ഇപ്പം ബിസിനസ് പോകുന്നു? കുറെ ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ടല്ലേ ക്ലാസ്സിൽ നിന്ന്? എങ്ങനെ? അല്ല സാർ, ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നൊക്കെ സാറിന് ഇൻസൈറ്റ്സ് ഒക്കെ ഒരുപാട് കിട്ടിയായിരുന്നോ? ബിസിനസ് ഉപകാരപ്രദമായ കാര്യങ്ങള്? പിന്നെ തീർച്ചയായും ഉപകാരപ്പെടുന്നുണ്ട്. ഉപകാരപ്പെടുന്നു. എല്ലാവർക്കും അതെ. അല്ല, ഉപകാരപ്പെടുന്നോണ്ടാണ് രാവിലെ തന്നെ വന്നിട്ട് ഇരിക്കുന്നത്. ഉണ്ട്. ഇന്നത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് എഫക്റ്റീവ് സെയിൽസ് പ്രസന്റേഷൻ. നമുക്ക് സെയിൽസ് പ്രസന്റേഷൻ എങ്ങനെ ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് വരുന്നത്. അതെ അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. വളരെ പ്രധാനം. ഏതൊരു ബിസിനസ്സിനും പ്രധാനപ്പെട്ട, പ്രോസ്പെക്ടിംഗ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സെയിൽസ് പ്രസന്റേഷൻ വരുന്നത്. അതെ അതെ അതെ, തീർച്ചയായും. അത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആണ് തീരുമാനിക്കുന്നത്. പ്രസന്റേഷൻ തുടങ്ങി അത് എപ്പോഴാണ് ആ കസ്റ്റമർ അത് ഓക്കെ പറഞ്ഞിറങ്ങാന്നുള്ള കാര്യം വരെ നമ്മുടെ ഡിസിഷനിലേക്ക് വേണം അതെ അതെ ആ അതെ, ഒരു വിജയിക്കുന്നത്. ചിലപ്പോ നമ്മൾ കൊണ്ടുചെല്ലുന്ന പ്രോഡക്റ്റ് അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും നമ്മുടെ പ്രസന്റേഷൻ, നമ്മൾ എങ്ങനെ അത് അവരെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും അദ്ദേഹം അത് ബിസിനസ് ക്ലോസ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യില്ല. അതെ,
അതിലാണ് നമ്മൾ പഠിച്ചിരുന്ന നമ്മുടെ ഒബ്ജക്ഷൻ ഫേസ് ക്ലാസ് ഫേസ് ഒബ്ജക്ഷൻസ് എടുത്തില്ലേ, ആ. അതും ആ ഒരു ഏരിയയിലേക്കാണ്. കാരണം പ്രസന്റേഷൻ എടുക്കുമ്പോഴായിരിക്കും സാറെന്ന് പറഞ്ഞ പോലെ കസ്റ്റമർ ഇടയ്ക്ക് ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നത്. അപ്പോഴാണെന്ന് ഒബ്ജക്ഷൻസിൽ നമ്മളെ പഠിപ്പിച്ച കാര്യം നമ്മൾ സാറ് പറഞ്ഞ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറയുമ്പോൾ സാറെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോ സാറ് മുമ്പും നമ്മളോട് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കെന്തോ നമ്മോട് ചോദിക്കാനുണ്ട്. പക്ഷെ ആ സംശയം ചോദിക്കാതെ അവർ പിന്നെ അവരുടെ സമയമില്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ സാറിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഞാൻ മുമ്പൊരു ഇതുപോലെ സെക്ഷനിൽ കേട്ടിട്ടുള്ളത്, ഈ കസ്റ്റമർ ഒബ്ജക്ഷൻ പറയുന്നത് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന രീതിയിലാണ്. പക്ഷെ മുമ്പെപ്പോഴോ നമ്മളെ പോലെ ഒരാൾ കസ്റ്റമറെ പറഞ്ഞിപ്പം അയാളുടെ അടുത്തുനിന്ന് ഇപ്പം ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കാം കസ്റ്റമർ ചിലപ്പം ഒബ്ജക്ഷൻ പറയുന്നത്. പക്ഷെ നമ്മളോടൊരു ചെയ്ത് കഴിഞ്ഞാല് നമുക്കത് ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഈ സാധാരണ ഈ അഭിരാം കേൾക്കുന്നുണ്ട്? സാധാരണ ഈ നെറ്റ് മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, അതില് അവര് പലതും ഈ ഇതുപോലെ ക്ലോസ് ചെയ്യുന്ന കാണുമ്പോ കാരണം വെച്ചാല് എന്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഉൽപ്പന്നം ഒരിക്കൽ കൊണ്ടുവന്നിട്ട് എന്നെ പിടിപ്പിച്ചിട്ടുണ്ട്. അല്ല, അവരെ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. പക്ഷെ അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. പക്ഷെ പലതും ഈ പറയും പോലെ എന്താ പറയാ, ഒരു ഫാക്ട് അല്ലാത്ത കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ചുമ്മാ. ഉണ്ട്, അത് ഉള്ളത് തന്നെ. പക്ഷേ ഒരു കസ്റ്റമർ എന്ന രീതിയില് കസ്റ്റമറെ അവര് ശരിക്കും നല്ല രീതിയിലാണ് അവര് കൂടുതൽ കുറച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമായിരിക്കും പറയുന്നത്. എങ്കിൽ പോലും അവരെ ബിസിനസ് അവര് നല്ലൊരു കേൾക്കുന്നുണ്ട് പറഞ്ഞത്. അല്ല, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തുടക്കകാലത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു നമുക്ക് ഈ ചിലപ്പം ചില ആൾക്കാർ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ചില ആൾക്കാർ അവർ വന്നിട്ട് ഈ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്ര പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ സമയത്തൊക്കെ കൂടുതൽ ആളെ കൂടെ എന്ന രീതിയിലൊക്കെ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് ഒരു ഇതായിരിക്കുന്നത്, എന്തോ ഒരു അത് ശരിയല്ല എന്നൊരു തോന്നൽ മനസ്സിൽ വരുന്നത്. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാരണം അവർക്ക് പ്രോഡക്ട്സ് ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാം, അതിന്റെ ക്വാളിറ്റി ബേസ് ചെയ്ത് സംസാരിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ കസ്റ്റമറിന് ഇപ്പം ഒരു ജെന്യൂനായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ പണ്ടൊക്കെ അവർ അതിന് പകരം ഒരാളെ കൂടെ കൊണ്ടുവരും, അതുപോലെ ഇത്രയും പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്ന രീതിയിലൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഒരു ഫേക്ക് ഫീൽ ഉണ്ടാകുന്നത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആര് എന്ത് ചെയ്യണം, നിങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളിന്ന് സംസാരിക്കാം. ഹരിദാസ് ഏട്ടൻ പറഞ്ഞൊരു വാക്ക് ഞാൻ അതിൽ ശ്രദ്ധിച്ചു. എന്താ? അവരെന്നെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചു. എങ്ങനെ കാര്യങ്ങള്? മൺഡേ ആയിട്ടെല്ലാം ഉഷാറല്ലേ? ടീമിന്റെ എണ്ണം, അറ്റൻഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഡെയിലി കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു കംപ്ലൈന്റ് എനിക്ക് ടീം മാനേജേഴ്സിനോടുണ്ട്. ഞാൻ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇവരെയൊക്കെ കൊണ്ടുവരും. ഞാൻ ആദ്യത്തെ 3 ദിവസം 4 ദിവസം 40, 30, 35 കൊണ്ടുവന്നു. ടീമിനെ ഏൽപ്പിച്ച പിന്നെയാണ് കുറഞ്ഞത്. ഓക്കെ, അപ്പോ നമ്മൾ തുടങ്ങട്ടെ. ഇന്നലെ നമ്മൾ അവിടെ പറഞ്ഞത്
പിന്നെ ടീമിൽ പറ- നമ്മള് അവരുമായിട്ട് ബന്ധപ്പെടുമ്പോ അവരെ വിളിക്കണ്ട, ഒന്നും ചെയ്യണ്ട, അവര് വരും എന്നാണ് അവര് പറയുന്നത്. അതങ്ങനെയാ. സെയിൽസിന്റെ പശുക്കൾ അവര് അങ്ങനെയാ. കാരണം എന്താ അറിയോ? യു നെവർ മേഡ് എ റിലേഷൻഷിപ്പ് വിത്ത് ദം. നിങ്ങൾ ഈ രാവിലെ 5:45 മാത്രമേ വിളിക്കുന്നുള്ളൂ. അല്ലല്ല, പകല് അവരോട് അല്ലാത്ത സമയത്ത് സംസാരിക്കുമ്പോ തന്നെ നീ വിളിക്കണം, കാണാത്തപ്പോഴും വീണ്ടും നമ്മൾ ചോദിക്കുമ്പോ വിളിക്കണോ, എന്താ ചെയ്യേണ്ടത്, ഇല്ല വേണ്ട ഞാൻ എന്തായാലും ഉണ്ടാവും, നാളെ ഉണ്ടാവും നിങ്ങൾ എന്നുള്ള നിങ്ങൾ രീതിയിലാണ് ചോദിക്കുന്നത് സംസാരിക്കുന്നത്. മുനീർ ഭായ്, നിങ്ങൾ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, രാവിലെ 6 മണിക്ക് ഞാൻ വിളിക്കണമെന്നാ. 6 മണിക്ക് ക്ലാസ് കയറാൻ ഞാൻ വിളിക്കണമെന്നാ. ക്ലാസ് കയറൽ നിങ്ങളുടെ പരിപാടിയാ. പുള്ളിക്ക് എന്ത് കിട്ടുന്നത് പറഞ്ഞു കൊടുക്കണം. ക്ലാസ് കയറിയിട്ട് ഇവർക്ക് എന്താണ് എന്തുകൊണ്ട് അവർ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് നമ്മളിലെ സെയിൽസുകാരൻ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ ആവുന്നത്. അവന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ എന്തേ രാവിലെ 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റണ എനിക്ക്? എന്തേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്ക് രാവിലെ 6 മണിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത്? നിങ്ങൾക്ക് സാധാരണ രീതിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ സമയത്ത് അതിനപ്പുറത്ത് എന്തോ ഒരു തീയെ അടിവയറ്റിന്ന് കത്തി 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 തുടങ്ങുന്നോണ്ടാണല്ലോ ഉറക്കം പോണത്. ഇവിടെ പലരും ബെഡിൽ കിടന്നുകൊണ്ട് ക്ലാസ് കാണുന്നവരുണ്ട്, കഴിക്കുന്നവരുണ്ട്. പലരും ഇടയ്ക്ക് പകുതി വെച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. മുനീർ ഭായിയും ഹരിദാസേട്ടനും വീഡിയോ ഓൺ ആക്കി വെച്ച് ഇതിനു വേണ്ടി 1 മണിക്കൂർ ചെലവഴിക്കുമ്പോൾ താങ്കളുടെ ചൂട് ഈ പറഞ്ഞ വീഡിയോ ഓഫ് ആക്കിയിട്ട് ബെഡിൽ മുകളിൽ കിടക്കുന്നവർക്ക് ഉണ്ടാവില്ല. പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം, ചിലരൊക്കെ തിരക്കിലായിരിക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് രാവിലെ പിങ്കിക്കും രഞ്ജിനിക്കും ഇവിടെ പണിയില്ലാഞ്ഞിട്ടല്ല, ഷംനയ്ക്കും പണിയില്ലാഞ്ഞിട്ടല്ല രാവിലെ വന്നിരിക്കുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള രാവിലെ 6 മണി തൊട്ട് നല്ല പണിയുള്ള സമയമാണ്. പക്ഷെ അവർ വീഡിയോ ഓൺ ആക്കി ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദേ ആർ ഗിവിങ് സം സീരിയസ്നെസ്. ഒന്നില്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന സീരിയസ്നെസ് അവസാനം വരെ നിലനിർത്താൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം നമ്മൾ എന്ത് ചെയ്യണം. നിങ്ങൾക്ക്, ഞാൻ മുനീർ ഭായിയുമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നത്, ബിസിനസ്സിൽ നിങ്ങളൊരു സുഹൃത്തിനെ സഹായിക്കുന്നത് എങ്ങനെ അറിയോ? കാശ് കടം കൊടുത്തിട്ടായിരിക്കും. അവനോട് എന്തുകൊണ്ട് നീ ബിസിനസ് ചെയ്യണം, നീ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എന്താണ് അവന് കിട്ടുക? അപ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തുകൊണ്ട് ബിസിനസ്സിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നമ്മുടെ ആഗസ്റ്റ് 15 പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്നായിരുന്നു. എന്തുകൊണ്ടാ? 3 കാര്യങ്ങൾ എന്തായിരുന്നു? ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 3 കാര്യങ്ങൾ കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ബിസിനസ്സുകാരനും ഓഗസ്റ്റ് 15 പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. എന്തുകൊണ്ട്? 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 അഭി, ഓർമ്മ ഉണ്ടോ? എഴുതി വെച്ചിട്ടുണ്ടാവും. ഇല്ല സാർ, ഇന്നലെ ക്ലാസ്സസിന്റെ പറ്റിയില്ല. ആരതിലാ എഴുതി വെച്ച ആൾക്കാരുള്ള? ഒന്ന് വായിച്ചേ, ഒന്ന് പറഞ്ഞേ. ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. എനിബഡി? എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്യണമെന്ന് പോലും നിങ്ങൾ ആരും എഴുതി വെച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എത്ര ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്താ പ്രശ്നം എന്നറിയോ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഫ്രഷർ ആയിട്ടുള്ള ഒരാൾ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന സമയത്ത് അവനോട് നിങ്ങൾ ചോദ്യം ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം, എന്താവാൻ ആഗ്രഹം പറയും. എനിക്ക് അങ്ങനെ ആവണം, അതാവണം എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പൊ എത്ര കൊല്ലം നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാവും? അപ്പൊ പറയും 5 കൊല്ലം, 3 കൊല്ലം, 10 കൊല്ലം, ഞാൻ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ സാർ അടിമയായിട്ട് ജീവിച്ചോളാം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡയലോഗ് അടിക്കും, എന്തറിയോ? ഒരു ബോണ്ട് സൈൻ ചെയ്യാൻ പറ്റും 1 വർഷത്തേക്ക്, ഞങ്ങൾ കുറച്ച് ട്രെയിനിങ് ഒക്കെ തരുന്നുണ്ട്, അതിന് കുറച്ച് കാശ് ചെലവുണ്ട്, അപ്പൊ അത് പാവാൻ വേണ്ട. അയ്യോ സാറേ, ബോണ്ട് പറ്റില്ല. അതെന്താ ബോണ്ട് പറ്റാത്തെ? എന്താ പറ്റാത്തെ? മനസ്സിന്റെ ഉള്ളിൽ ഗ്രോത്ത് ഉണ്ടാവണമെന്ന് ചെറുതായിട്ടേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. പുൽനാമ്പ് മുളച്ചു പൊന്തിയിട്ടേ ഉണ്ടാവുള്ളൂ. അതിന് കൃത്യമായിട്ട് വെള്ളവും വളവും കൊടുത്താലേ അത് വളരൂ എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അറിയാത്തതിന്റെ കേടല്ല, നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കില്ല. ഇപ്പോഴും ഇതിലിരിക്കുന്ന ആർക്കും എന്തുകൊണ്ട് 21 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയില്ല. കുറെ പേരെ കാണാം, കുറെ പേരോട് സംസാരിക്കാം, രാവിലെ ശ്രീജിത്ത് സാർ എന്നാലും തെറി കേൾക്കാം. ഇതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോ. ഇതിൽ പുതിയൊരു വന്നിരിക്കുന്ന ആൾക്കാരോട് ഞാൻ തെറി വിളിക്കുന്ന ആളൊന്നല്ല കേട്ടോ. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്തുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം, ഞാൻ ഇന്നലെ പറഞ്ഞത് എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ചല്ല. നിങ്ങൾ എങ്ങനെ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ സ്വാതന്ത്ര്യം കൊണ്ടുവരാൻ പറ്റും, നിങ്ങൾ എങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോള് വരികയാണ്, എനിക്ക് അർജന്റായിട്ട് ബോംബെക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 കോളുകളിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെ അവിടെ ഏൽപ്പിച്ച് നിങ്ങൾക്ക് ബോംബെക്ക് പോകാൻ പറ്റും? അല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മനസമാധാനം ഇല്ലാണ്ട് കോള് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെ മോചിതനാവും? സിമ്പിൾ. ഇത് എന്തിനാവണം അത് ചിന്തിക്കണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ?
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഇരിക്കുന്ന പല ബിസിനസ്സുകളുണ്ടാവും. നിങ്ങൾ അധ്വാനിക്കുന്നതിന്റെ 4/1 നിങ്ങളുടെ ജീവനക്കാർ അധ്വാനിക്കുന്നുണ്ടോ? 4/1 പറഞ്ഞ പോലെ 4/1 അധ്വാനിക്കുന്നുണ്ടോ? അതെന്താ വ്യത്യാസം? മനസ്സിനെന്താ വ്യത്യാസം? നിങ്ങൾ ബിസിനസ്സുകാരാണ്, മറ്റവരതാണ്. എംപ്ലോയി മൈൻഡ് സെറ്റും എംപ്ലോയർ മൈൻഡ് സെറ്റും തമ്മിൽ വ്യത്യാസമാണ്. ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും എംപ്ലോയർ മൈൻഡ് സെറ്റിലാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 6 മണിക്ക് എഴുന്നേക്കാൻ പറ്റുന്നത്. എന്റർടൈൻമെന്റ് ഈസ് ഫോർ എംപ്ലോയി മൈൻഡ് സെറ്റഡ് പീപ്പിൾ. എന്റർടൈൻമെന്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് നിങ്ങളുടെ മനസ്സ് എംപ്ലോയി മൈൻഡ് സെറ്റ് ആണ്. എഡ്യൂട്ടൈൻമെന്റ്, ഏതൊരു സ്ഥലത്ത് പോയാലും ഏതൊരു എന്റർടൈൻമെന്റിലും പുതിയ ബന്ധങ്ങളെ സൃഷ്ടിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമാണ് നിങ്ങൾ ടൈം ചെലവഴിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എഡ്യൂട്ടൈൻമെന്റ്. എഡ്യൂക്കേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് ആണ്. ബിസിനസ്സുകാരൻ അതിൽ എഡ്യൂക്കേഷൻ കൂടി ഏറ്റെടുക്കണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബിസിനസ് എംപ്ലോയർ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്, ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. ഒപ്പറായിട്ടാണ് ഞാൻ പറഞ്ഞു, മുഖത്തൂക്കിട്ട പറഞ്ഞത്. ശനിയാഴ്ച വൈകുന്നേരം പോയിട്ട് 4 അടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് എന്റർടൈൻമെന്റ് ആണ്. 4 അടിക്കുന്നവരൊപ്പം 10 ആളെ പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശമെങ്കിൽ ദാറ്റ്സ് എഡ്യൂട്ടൈൻമെന്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ ബാംഗ്ലൂർ വന്നിട്ട് ആദ്യം ഐക്കിയയിൽ പോയി. ഐക്കിയ എന്ന് പറയുന്ന സ്വീഡിഷ് ബേസ്ഡ് ആയിട്ടുള്ള FDI കാലത്ത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കാലത്ത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ വൺ ഓഫ് ദ ഫർണിച്ചർ ടീമാണ് ഐക്കിയ. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന അവിടെ പല എന്റർടൈൻമെന്റുകൾ, ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പുതിയ അല്ല. ഞാൻ അവിടെ പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവര് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, അവിടെ ക്യാഷ് കൗണ്ടറിൽ ആളില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ലുലു മാളിൽ വരെ ക്യാഷ് കൗണ്ടറിൽ ആളുണ്ട് അല്ലെ? ക്യാഷ് കൗണ്ടറിൽ ഒരാള് പോലും ഇല്ല. നിങ്ങൾ സ്കാനർ എടുക്കുന്നു, നിങ്ങൾ സ്കാൻ ചെയ്യുന്നു, നിങ്ങൾ തീരുമാനിക്കുന്നു ഏതൊക്കെ പ്രൊഡക്റ്റ് വാങ്ങി, ഏതൊക്കെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരി ബാഗ് എടുക്കാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ക്യാരി ബാഗ് വേണ്ട. ട്രോളി പുറത്ത് വരുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും ബില്ലും ഇത് കറക്റ്റ് ആണോ. അതായത് പുറത്തെ സെക്യൂരിറ്റി പണിയില്ലേ, നമ്മളിങ്ങനെ സാധനം എടുത്ത് വരുമ്പോൾ പുറത്തെ സെക്യൂരിറ്റി ഇല്ലേ, ആ പണി മാത്രം ചെയ്യാനായിട്ട് ആളുണ്ട്. അവിടെ ക്യാഷ് കൗണ്ടറിൽ ആളില്ല. ഫുഡ്, അവിടുത്തെ ഫുഡില് ബുഫേ സിസ്റ്റമാണ്. ബുഫേ സിസ്റ്റം ഭയങ്കര രസമാണ്. എന്താ അറിയോ, ബുഫേയില് ആദ്യം ട്രേ സെറ്റ് ചെയ്യണത് നമ്മൾ തന്നെയാണ്. അതിന്റെ ട്രോളി തള്ളി കൊണ്ടുപോകുന്നത്. ഫുഡ് കൊണ്ടുപോകാൻ ട്രോളിയാണ്, സിസ്റ്റമാണ്. അവസാനം ക്യാഷിൽ മാത്രം അവിടെ ക്യാഷിൽ ആളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എത്ര അളവ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ മാത്രമേ ആളുള്ളൂ. പിന്നെ ഫുഡിൽ 1-2 ഈ എടുത്തു തരേണ്ട ഫുഡ് ഐറ്റംസിന് മാത്രം അവിടെ ആളുണ്ട്. ലൈക്ക് സെയിൽസ് പേഴ്സൺ ഒന്നല്ല, സിസ്റ്റമാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഐക്യയുടെ ഓണർക്ക് സുഖമായിട്ട് കടന്നുറക്കാം. കാരണം അവിടെ സെയിൽസ് എന്ന് പറയുന്ന ആളുകൾ ഇല്ല. 1-2 പേര് അവിടെ ഇവിടെ കാണും. നമുക്ക് സംശയങ്ങൾ ചോദിക്കാൻ അവിടെ സെയിൽസ് പീപ്പിൾ ഇല്ല. സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പഠിക്കാൻ, അത് കാണാനും ഞാൻ ഇന്നലെ പോയത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ എനിക്ക് എന്റെ മനസ്സിൽ കൂടെ ഓടിപ്പോയി. എന്നാൽ അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാൻ വരുന്നവരുണ്ട്. അതാണ് എംപ്ലോയി മൈൻഡ് സെറ്റും എംപ്ലോയർ മൈൻഡ് സെറ്റും തമ്മിൽ. ഞാൻ എന്നെക്കുറിച്ച് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ സിസ്റ്റമാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് എങ്ങനെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ അത് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പോലും അറിയാണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെ കാശ് വരുത്താൻ പറ്റും. ആ ഐക്യയുടെ മുതലാളി അതാ ചെയ്തുകൊണ്ടിരിക്കണേ. പുള്ളി അറിയാൻ പോലും ഇല്ല ശ്രീജിത്ത് കേസ് ഇന്നലെ എത്ര രൂപ അടച്ചു എന്നുള്ളത്. അവിടെ പൈസ അവിടെ വന്നിട്ടുണ്ട്, അക്കൗണ്ടുണ്ട്. താല്പര്യമുണ്ടോ? അതിന് ഇന്ത്യ എന്താന്ന് അറിയണം. ഇന്ത്യ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് സെയിൽ എങ്ങനെ ചെയ്യുന്നറിയണം. എന്താണ് അവരവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നലെ എന്നോട് അവിടെ ഒരിക്കലും അവര് സംസാരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഇതിൽ കിടക്കുന്നത് ഫീച്ചറിനെ കുറിച്ചിട്ടല്ല. അതായത് ഇന്നത് ഇത്ര ഇതുണ്ട് എന്നുള്ളതല്ല. അവിടെ കിടക്കുന്നത് നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അതായത് ഐക്യ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ അറിയോ, ഓരോ മുറികളായിട്ട് അടുക്കള, ബിസിനസ് ഓഫീസ്, അതേപോലെ തന്നെ ഹാള്, നമ്മുടെ എന്താ പറയാ, എന്തൊക്കെയാണ് നമ്മുടെ ഒരു വീടിന്റെ ഉള്ളിൽ പുറത്തേക്കുള്ള ബാൽക്കണി, ഇങ്ങനെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അവര് പല അടുക്കളകളും പല ബാൽക്കണികളും സെറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അവിടെയൊക്കെ ഓരോ ഫർണിച്ചർ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ, ഈവൻ ബുക്ക്, മറ്റേ ഷെൽഫിലാണെങ്കിൽ ബുക്ക് ഉണ്ട്. ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് മൊത്തത്തിൽ വാങ്ങാം, ഇത് എനിക്ക് വേണം എന്നൊരു കസ്റ്റമർ ചിന്തിക്കുന്ന രീതിയിൽ
എൻ്റെ വീട് ഇങ്ങനെ ആവണം. ഇന്നലെ എൻ്റെ ഇപ്പൊ നിഷ വന്നിട്ട് നിഷ ഇപ്പൊ അവസാനം ഇപ്പൊ വീട് ഘടനയെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും കാലം വീടൊന്നും വേണ്ട, ഫ്ലാറ്റ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. എന്നാൽ അതൊക്കെ കണ്ട് പുറത്തു വന്നപ്പോൾ ആദ്യം വേണ്ടത് ഇതൊക്കെ വാങ്ങാനുള്ള കാശിനായിട്ട് കാര്യമുണ്ടോ, ഒരു വീട് വേണ്ട ഇത് വെക്കാന്ന് പറഞ്ഞത്. അതാണ് കസ്റ്റമർ, അതാണ് ഒരു സെയിൽസ്. അവിടെ ചെന്നപ്പോ, അതായത് ഒരു ഓഫീസ്, ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു ഓഫീസ് സ്പേസ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഓഫീസ് ഒന്ന് മാറുകയാണ് ഇവിടുന്ന്. അപ്പൊ പുതിയ ഓഫീസിലേക്ക് മാറുന്ന സമയത്ത് എങ്ങനെ ഓഫീസ് സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു 4-5 ടൈപ്പ് ഓഫീസ് കണ്ടു. അതിൽ വെക്കേണ്ട ലൈറ്റുകൾ, അതിൽ വെക്കേണ്ട ലാപ്ടോപ്പ് വെക്കേണ്ട ഏരിയ, ചെയർ, എല്ലാം ഭയങ്കര രസമായിട്ടാണ് അവരത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇങ്ങനത്തെ വേണം. അപ്പൊ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണെന്നറിയോ, അവര് ഒരിക്കലും എന്നോട് പറഞ്ഞില്ല ഇത് പ്ലാസ്റ്റിക് ചെയർ ആണോ ഇത് വുഡൻ ചെയർ ആണോ എന്നുള്ളത്. അവരത് എനിക്ക് തൊട്ടു നോക്കാനുള്ള അവസരം തന്നു. അവരൊരിക്കലും എന്നോട് പറഞ്ഞില്ല ഇതിന് 10 വർഷം ഗ്യാരണ്ടി ഉണ്ടെന്നോ വാറണ്ടി ഉണ്ടെന്നോ, അല്ലെങ്കിൽ അതാണോ. അവൻ ആദ്യം എന്നെ കാണിച്ചത് നിങ്ങൾക്ക് എനിക്ക് എന്ത് കിട്ടുമെന്നാണ്. അവരുടെ ഫർണിച്ചറുകൾ കൊണ്ട് എനിക്ക് എന്ത് കിട്ടുമെന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതും അത് തന്നെയാണ്. ഒരു കസ്റ്റമർക്ക് എങ്ങനെ സെയിൽസ് പ്രസന്റേഷൻ എടുക്കണം. എനിക്ക് 2-3 പേര് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇവിടെ സംസാരിക്കണം. 2-3 പേര്. ഇന്ന് വളരെ കുറച്ച് സംസാരിക്കുള്ളൂ, പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാന്ന് എനിക്കറിയാം. ഒരു 2-3 പേര് അവരുടെ ടോപ്പിക്കിനെ കുറിച്ച്, അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു 4-5 വാചകത്തിൽ കൂടാതെ, കുറയാതെ അല്ല, കൂടാതെ സംസാരിക്കണം. പറഞ്ഞോ, ആരൊക്കെയാണെങ്കിൽ പറഞ്ഞു, ഓപ്പൺ ആയിട്ട്. അവസരമാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് അവതരിപ്പിക്കാനുള്ള അവസരമാണ്. ഓക്കെ, ശരി, പറഞ്ഞു. വേറെ എനിക്ക് 12 പ്രൊഡക്റ്റാണ്. 12 പ്രൊഡക്റ്റില് 2 പെയിൻ കില്ലർ, ഒരു കാൽഷ്യം ടാബ്, പിന്നെ ഒരു ന്യൂറോപ്പതി പെയിനുള്ള ഒരു 3 കാറ്റഗറി പ്രൊഡക്റ്റ്. അതിന്റെ ബ്രാൻഡ് നെയിം ആണോ സാർ പറയണ്ടത്? ബ്രാൻഡ് നെയിം ആണോ? എനിക്ക് താങ്കളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. താങ്കൾ എങ്ങനെയാണ് എനിക്ക് സെയിൽ ചെയ്യുക? ഞാനൊരു കസ്റ്റമറാണ്. പറഞ്ഞു 5 വാചകം, 3 വാചകം കഴിഞ്ഞ്. മാർക്കറ്റിലെ ഏറ്റവും എക്കണോമിക് ആയിട്ട് ഏറ്റവും ക്വാളിറ്റിയിൽ ഞങ്ങൾ ചെയ്യുന്ന 5% ടാബ് വെച്ചിട്ട് ഓരോ ഹെഡ് ക്വാർട്ടറിലും ചെയ്യുന്ന ന്യൂറോപ്പതിക് പെയിനുള്ള ടാബ്ലറ്റ് ഉണ്ട് സാറേ. അതിൽ 3 കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും 300+ കോമ്പിനേഷൻ വരുന്നതിന് മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡിനും 20 രൂപ വരുമ്പോൾ നമുക്ക് 17 രൂപ വരുന്നുള്ളൂ. പിന്നെ ഈ ടാബ്ലറ്റ് തന്നെ സ്കോഡ് ടാബ്ലറ്റ് ഫോമാണ്. സ്കോഡ് ടാബ്ലറ്റ് ആയിട്ട് നമുക്ക് മാത്രമേ ഉള്ളൂ. 7-8 വാചകമായിട്ടോ? 5-ന്ന് 8 ആയിട്ടുണ്ട്. മതി, കഴിഞ്ഞു. ഈ അടുത്ത ആള്, നെക്സ്റ്റ്. പറഞ്ഞുതരാം അതെങ്ങനെയെന്നുള്ള സെറ്റ് ചെയ്യണമെന്ന് പറയാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറയൂ. സാർ, എൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ഫേമാണ്. നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ പ്ലാന്, അതിന്റെ 3D ഡിസൈനിങ്, അതിന്റെ എലിവേഷൻ വ്യൂ, പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അപ്രൂവൽ. ഇതാണ് ബേസിക് കൺസ്ട്രക്ഷനും സർവീസും. പിന്നെ അത് കൂടാതെ ഇതിന് പുറമെ കൺസ്ട്രക്ഷനും ഉണ്ട്, കോൺട്രാക്ടിങ്ങും ഉണ്ട്. വാചകമൊക്കെ 5-ൽ ഒതുങ്ങി, പക്ഷെ ഇതെങ്ങനെ പറയണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത ആള്. ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു സാർ. വെരി ഗുഡ്. ഫസ്റ്റ് ക്ലാസ്സിൽ വന്ന് സംസാരിക്കാൻ ധൈര്യം കാണിച്ച അജ്മൽ ഷാജഹാൻ, താങ്കളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും 10, 14, 17 പേര് 14 ദിവസമായിട്ട് മിണ്ടാൻ വയ്യാണ്ടിരിക്കുകയാണ് ചിലരൊക്കെ. അജ്മൽ, വെരി ഗുഡ് അജ്മൽ. യെസ്, അടുത്ത നെക്സ്റ്റ്. എനിക്കൊരു 3 പേരും കൂടി വേണം. 5 പേരെ അവതരിപ്പിക്കണം. 6:25 വരെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞോ. ഞാൻ പറയാം. പറയൂ. എൻ്റെ ആക്ച്വലി ഞാൻ വെൽത്ത് കൺസൾട്ടന്റ് ആണ്. എൻ്റെ സർവീസസ് വരുന്നത് മ്യൂച്വൽ ഫണ്ട്സ്, ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, ഇക്വിറ്റി ബ്രോക്കിംഗ്, ഇതാണ് മെയിൻ സർവീസസ് വരുന്നത്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു വിഷൻ വരുന്നത്. എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, ലോങ് ടേമിൽ അവർക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. രമേശ് ഭായി, ഞാൻ നിങ്ങളുടെ കസ്റ്റമറാണ്. നിങ്ങളോട് എന്നെ വിൽക്കാനാ പറഞ്ഞത്, നിങ്ങളെ പറ്റി വിശദീകരിക്കാനല്ല. ഓക്കെ, സ്റ്റാൻസ് കഴിഞ്ഞു കേട്ടോ. ഞാൻ അടുത്ത ആള്. ഇതൊക്കെ പറഞ്ഞുതരാം. ഞാൻ ഇത് പറഞ്ഞുതരും, ഇപ്പൊ പറഞ്ഞുതരും. ഈ 5 പേർക്ക് ഞാൻ ആൻസർ ഉണ്ട്. എഴുതി വെച്ചോട്ടോ. സനീഷ് ജി, അജ്മൽ, രമേശ്, 3 ആളായി. അടുത്തത് ഞാൻ പറയാം. പറയൂ. സർ, എൻ്റെ പ്രൊഡക്റ്റ്
പുതിയ പ്രൊഡക്റ്റ് ആണിത്. ഇത് ചെറിയ രീതിയിലാണ് ഇത് എല്ലാ വീടുകൾക്കും ആവശ്യമുള്ള ഒരു ഉൽപ്പന്നമാണിത്. വളരെ എളുപ്പത്തിൽ ഇത് സാധാരണ നാളികേരം ഉപയോഗിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും. വില കുറച്ച് കൂടുതലായിരിക്കാം, പക്ഷെ ഉപയോഗത്തിൽ വളരെ ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ താങ്ക് യു കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അടുത്ത ആള്, ഒരാളും കൂടി, സിംഗിൾ 1 2 3 4. സാറേ ഞാൻ സംസാരിച്ചോട്ടെ? സന്ധ്യ ഒരു സെക്കൻഡ്. മനസ്സിലായി. ഒന്ന് ഞാൻ അടുത്ത സന്ധ്യ തന്നെ സംസാരിക്കുള്ളൂ, 1 മിനിറ്റ്. സനീഷ് ജി, രമേശ്, അജ്മൽ, ഹരിദാസ് ഏട്ടൻ, 4 ആളായില്ലേ? ഓക്കെ, 5ാമത്തെ സന്ധ്യ, ലാസ്റ്റ് വൺ. സാറേ എനിക്ക് വീഡിയോ ഓണാക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, പറഞ്ഞു. സാറേ ഞാൻ സാറ് ബിസിനസ്സുകാരനാണല്ലോ, അപ്പൊ സാറ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോ പ്രൊഡക്റ്റ് സാറിന് തീർച്ചയായിട്ടും സ്യൂട്ടബിൾ ആയിരിക്കും. സാറിന്റെ നിലവിലുള്ള ബിസിനസിന്റെ കൂടെ സാറിന് 0 ഇൻവെസ്റ്റ്മെന്റില് മറ്റൊരു ഇൻകം കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 100% ലീഗൽ ആയിക്കൊണ്ട് സാറിന്റെ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ സാധിക്കും. ഓക്കെ, 5 പേര്. ഓക്കെ, ശരി. ഓക്കെ, ഇനി ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരോടാണ്. ഓക്കെ, നിങ്ങളാണ് ആ കസ്റ്റമർ എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരുടെ ആരുടെ പ്രൊഡക്റ്റ് വാങ്ങും? പിങ്കി പറയും, ഇവിടെ ഇരിക്കുന്നവർ ആരുടെ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങും? രാമേന്ദ്ര സാർ. രാമേന്ദ്ര സാറോ? ഹരിദാസ് സാർ മുണ്ടിയിട്ടില്ലല്ലോ. ഹരിദാസ് സാറാണ് ഉദ്ദേശിച്ചത്. സോറി ഹരിദാസ് ചേട്ടനെ ഉദ്ദേശിച്ചത്. ഓക്കെ, ശരി. പറയൂ, പിങ്കി പറയൂ. ഫസ്റ്റ് ഹരിദാസ് ചേട്ടന്റെ, പിന്നെ രണ്ടാമത് സന്ധ്യ മാഡം. അതെന്താ സന്ധ്യ മാഡത്തിന്റെ ഹരിദാസ് ചേട്ടന്റെ, ബാക്കി രമേഷിനെയും മറ്റേ സനീഷിനെയും ഒന്നും മൈൻഡ് കൂടി ചെയ്യാത്ത എന്തുകൊണ്ട് അജ്മലിന്? പ്രൊഡക്റ്റില് ഫോക്കസ് ചെയ്ത് സംസാരിച്ചത്. പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്തല്ല, കസ്റ്റമറിനെ ബെനിഫിറ്റ് കാണിച്ചുകൊണ്ട് സംസാരിച്ചത് ഇവർ രണ്ടുപേരുമായിട്ടാണ് തോന്നിയത്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം അന്ന് പലരും ഇവിടെ കടന്നുറങ്ങായിരുന്നല്ലോ. രാത്രി 9 മണിക്ക് അപ്പുറത്തൊരു ക്ലാസ് എടുത്ത് സെയിൽസ് മാസ്റ്ററിൽ. എല്ലാവരും വിചാരിച്ചു 6 മണിക്കുള്ള ക്ലാസ് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 9 മണിക്കും, അതായത് എന്റെ പരിപാടി ഇതാണ്. ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന ഈ 21 ദിവസം മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ആഗസ്റ്റ് 19-ാം തീയതി റീസ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രോഗ്രാമില് അറ്റൻഡ് ചെയ്യുന്ന ഏതൊരാൾക്കും എന്റെ ഏത് വെബിനാറിലും ഇതുപോലുള്ള മറ്റ് പ്രോഗ്രാമിലും ഏത് സമയത്തും വന്ന് കയറി അറ്റൻഡ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. മെന്റർഷിപ്പ് ബിസിനസ് പഠിയിൽ ജോയിൻ ചെയ്തത് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതിന്റെ ഒരു സാമ്പിൾ ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, സാമ്പിൾ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്പുറത്ത് സംസാരിച്ചത്. ചോദ്യങ്ങൾ ചോദിക്കുന്നവനായിരിക്കണം സെയിൽസ്മാൻ. ഇതിൽ എത്ര പേര് ചോദ്യങ്ങൾ ചോദിച്ചു? സന്ധ്യ പറയാണ്, ബിസിനസ്സുകാരനല്ലേ, താങ്കൾക്ക് മൾട്ടിപ്പിൾ ഇൻകം വേണം. അത് വേണമെന്ന് എങ്ങനെ സന്ധ്യക്ക് അറിയാം? സന്ധ്യ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു. ഞാൻ ഓപ്പണായിട്ട് പറയാം, തമ്മിൽ ഭേദം സന്ധ്യ തന്നെയായിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് കൂടി ഞാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല, പക്ഷെ തമ്മിൽ ഭേദം തന്നെ ഞാൻ വളരെ സിമ്പിളാണ്. ഇവിടെ ഇരിക്കുന്നവർ പറയാൻ ശ്രമിച്ചത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. രമേശ് പറയാൻ ശ്രമിച്ചത്, ഞാൻ വെൽത്ത് കൺസൾട്ടന്റ് ആണ്, എനിക്ക് മ്യൂച്വൽ ഫണ്ടിനോട് ബന്ധപ്പെട്ടുണ്ട്. താങ്കളാണ് പ്രൊഡക്റ്റ്, താങ്കളെ കുറിച്ച് താങ്കൾ വിശദീകരിച്ചു. സനീഷ് എന്ന് പറയാൻ ശ്രമിച്ചു. സനീഷ് പറഞ്ഞു, എനിക്ക് 12 പ്രൊഡക്റ്റ് ഉണ്ട്, എനിക്ക് ഞാൻ എന്താ പറയുക, ഇന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് കൊണ്ട് വേദന മാറ്റാൻ പറ്റും. ഇത് പറയാൻ ശ്രമിച്ചു. ഹരിദാസ് ഏട്ടൻ എന്ത് ചോദിച്ചു? ഹരിദാസ് ഏട്ടൻ ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ആ പുതിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ തേങ്ങ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് വില കൂടും. ഹരിദാസേട്ടന്റെ ഇതിൽ ഉണ്ടായ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഹരിദാസേട്ടന്റെ പുതിയ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ ഉടനെ തന്നെ അപ്പുറത്തിരിക്കുന്ന കസ്റ്റമറുള്ളിൽ ഫിയർ വന്നു. എന്താ, ഇത് പുതിയ പ്രൊഡക്റ്റാ, ഇതുവരെ ഇത് ചെയ്തിട്ടില്ല, എന്ത് അൺകവർ ചെയ്യാത്ത പ്രൊഡക്റ്റാ, നല്ലതാണോ മോശമാണോ? ഐഫോൺകാര് 16-ഓ 17-ഓ 18-ഓ ഇനി 20-ഓ ഇറക്കി കഴിഞ്ഞാലും വാങ്ങാൻ ആളുണ്ട്. എന്നാൽ മറ്റുള്ള കമ്പനികൾ വാങ്ങണമെങ്കിൽ, മറ്റുള്ള കമ്പനികളെ മൊബൈൽ നമ്മൾ വാങ്ങണമെങ്കിൽ വേറൊരുത്തിനോട് അഭിപ്രായം ചോദിക്കും. അല്ലെങ്കിൽ സെപ്റ്റംബർ 6-ന് പോയിട്ട് എല്ലാവരും ഐഫോൺ വാങ്ങും. ശരിയല്ലേ?
ഐഫോൺ വാങ്ങാൻ ബുദ്ധിമുട്ടില്ല, മറ്റൊരു വാങ്ങാൻ എന്ത് ചെയ്യും? നമ്മൾ അന്വേഷിക്കും, 10 ആളോട് ചോദിക്കും. ഒപ്പോന്റെ പുതിയത് വന്നിട്ടുണ്ടല്ലോ, സാംസങ്ങിന്റെ ഫ്ലിപ്പ് വന്നിട്ടുണ്ട്, എങ്ങനെയുണ്ട്? കാറ് വന്നു കഴിഞ്ഞാൽ അല്ലേ, നാനോ കാറിന് ബുക്കിംഗ് ഉണ്ടായിരുന്നു, ബുക്കിംഗ് നേരിട്ട് കയറുകയായിരുന്നു. റേഞ്ച് റോവറിന്, ഇന്നോവയ്ക്ക് പുതിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 1000 എണ്ണം ബുക്കിടാ. ബെൻസിന്റെ ഏറ്റവും പുതിയ കാർ വന്നു കഴിഞ്ഞാൽ ബുക്കിടാ. വെൽഫെയർ വന്നു ടയോട്ടയുടെ, ബുക്കിടാ. ആരെങ്കിലും ലാലേട്ടൻ പറഞ്ഞു ഒന്ന് ഞാൻ നോക്കിയിട്ട് മറ്റൊരുടെ അഭിപ്രായം ചോദിച്ചിട്ട് ഞാൻ വാങ്ങാം? ഇല്ല. 2 കാര്യങ്ങളാണ് അവിടെ ക്ലിയർ ആക്കിയത്. ഒന്ന്, ഹരിദാസേട്ടനും രമേശും അജ്മലും ഒക്കെ സംസാരിക്കേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചല്ല, നിങ്ങളുടെ സർവീസിനെ കുറിച്ചല്ല, നിങ്ങൾ കസ്റ്റമർക്ക് എന്ത് അഡ്വാൻറ്റേജ് ആണ് കൊടുക്കുന്നത് എന്നുള്ളതായിരിക്കും. അജ്മല് കൺസ്ട്രക്ഷന്റെ കാര്യം പറയുമ്പോൾ അജ്മല്, അതെ, ഒരു വീട് വെക്കാനുള്ള പ്ലാൻ ഉണ്ടോ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ? അതിലെ 8 സെറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള സർവീസ് എൻ്റെ അടുത്തുണ്ട്. ഒരു വീട് വെക്കുമ്പോൾ നിങ്ങൾ ആദ്യം നേരിടാൻ പോകുന്ന കാര്യം പ്ലാൻ ആയിരിക്കാം, അതിന്റെ അപ്രൂവൽ ആയിരിക്കാം, അതിന്റെ കൺസ്ട്രക്ഷനോട് ബന്ധപ്പെട്ട് തുടക്കത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. ഏറ്റവും വലിയ തലവേദനകൾ അത്. ആ തലവേദന മാറ്റാനുള്ള സൊല്യൂഷൻ ഞങ്ങൾ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങൾ ചെയ്ത് നിങ്ങൾ അറിയേ വേണ്ട. ഇത് പറയുന്നതും എനിക്ക് പ്ലാൻ ഉണ്ട്, എസ്റ്റിമേഷൻ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, പുട്ടുണ്ട്, കടലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കസ്റ്റമറുടെ പെയിനിനെ കേറിട്ടാ നേരിട്ട് ടച്ച് ചെയ്യണം. നിങ്ങൾക്ക് വീട് വെക്കാൻ പ്ലാൻ ഉണ്ടോ, വീട് വെക്കാനുള്ള ആഗ്രഹമുണ്ടോ, അതിനുള്ള ആദ്യ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും. രമേശ് പറയാണ്, കുറെ കാലമായില്ലേ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, എത്രത്തോളം സമ്പാദ്യമുണ്ട്, മകളെ കെട്ടിക്കാനുള്ള കാശുണ്ടോ കയ്യിൽ, മകനെ കല്യാണം കഴിപ്പിക്കാനുള്ള, മകനെ ജോലി മേടിച്ചു കൊടുക്കാനുള്ള കാശുണ്ടോ കയ്യിൽ? നിങ്ങൾ ഉണ്ടാക്കുന്നത് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ 8-10% മാത്രമേ ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളൂ. അതിൽ കൂടുതൽ 1 രൂപയെങ്കിൽ 1 രൂപ കൂടുതൽ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരട്ടെ. ബാങ്കിന്റെ അത്രത്തോളം സേഫ്റ്റി ഉള്ളത്. അവിടെ എന്താ പറഞ്ഞു കൊടുത്തത്? നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു, ഇൻഷുറൻസ് എന്ന് പറഞ്ഞു, ഇല്ലല്ലോ. അവിടെ അവന്റെ പെയിന് കീറി മാറി. ഹരിദാസേട്ടാ, സിമ്പിളേ ഉള്ളൂ. അതെ, തേങ്ങ ചിരകുമ്പോ കൈ മുറിയാറുണ്ടോ? തേങ്ങ ചിരകി കഴിഞ്ഞാൽ ചിരട്ട കൊണ്ടേ കളയാൻ ബുദ്ധിമുട്ടാറുണ്ടോ? എൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, തേങ്ങയാണ് എൻ്റെ പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് എപ്പോൾ ആഗ്രഹിക്കുന്നു ആ സമയത്ത്, എപ്പോൾ ആഗ്രഹിക്കുന്നു ആ സമയത്ത് നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന തേങ്ങയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടാൽ മതി, ഫ്രഷ് ആയിട്ടിരിക്കും. Am I clear? നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ആണെന്ന് ഹരിദാസേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമറോട് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ആദ്യം ഉണ്ടാവുന്നത് റിജക്ഷൻ ആണ്. ഹരിദാസേട്ടൻ പറയാണ് പുതിയ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഉടനെ കസ്റ്റമർ റിജക്ട് ചെയ്യും. ഹരിദാസേട്ടൻ ഒരിക്കലും പറയരുത് താങ്കളുടെ പുതിയ പ്രൊഡക്റ്റ് ആണ്. താങ്കളുടെ ഒരിക്കലും പുതിയ പ്രൊഡക്റ്റ് അല്ല. ഞാൻ തന്നെ വാങ്ങിയിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് പല രീതിയിൽ. താങ്കൾ പുതിയ പ്രൊഡക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ താങ്കൾ ഒരു ബെൻസ് കമ്പനി നടത്തുന്ന ആളായിരിക്കണം. താങ്കളുടെ കമ്പനിയുടെ പേര് ആപ്പിൾ എന്നായിരിക്കണം. എന്നാൽ പുതിയ പ്രൊഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ ആളുകൾക്ക് താല്പര്യം തോന്നും, മറ്റത് ആളുകൾക്ക് പേടിയാണ് തോന്നുന്നത്. സനീഷ്, വേദന, ഓക്കെ, പനി, ജലദോഷം, നിങ്ങൾക്ക് സാധാരണ രീതിയിൽ വീട്ടിൽ അനുഭവപ്പെടുന്ന ഏതിനുള്ള മരുന്ന് എൻ്റെ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, എൻ്റെ കമ്പനിക്ക് തരാൻ സാധിക്കും. ഈ ഒരൊറ്റ ഡയലോഗിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ശരിയാണോ? അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം. നമ്മളിത് ഡിസ്കഷൻ ആരുടെ 3 ഡേയ്സിന്റെ മറ്റേ താണ്ഡവം എന്നല്ല അവിടെ നടക്കുന്നത്. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം. അങ്ങനെയല്ല സാർ എന്ന് പറയാനുള്ള ധൈര്യം എൻ്റെ അടുത്ത് കാണിക്കണം. അവരെ എനിക്കിഷ്ടം. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് മെന്റർഷിപ്പ് ബിസിനസ് ബഡി 2.0 എന്ന് പറയുന്ന പ്രോഗ്രാം വേണമെന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ കയറണം എന്ന് പറയുന്നത്? നിങ്ങൾ ചെയ്യുന്നത് ശരി തന്നെ ആയിരിക്കാം, നിങ്ങൾക്ക് ഇതിനെ സെറ്റ് ചെയ്യാനുള്ള ഒരാള് വേണം. അതാണ്, ആ ആളുടെ പേരാണ് ശ്രീജിത്ത് കേസി. മനസ്സിലായോ?
ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ ആളുകളിലേക്ക് 3 ഇരട്ടിയിലേക്ക്, ഇപ്പൊ ചെയ്യുന്നതിന്റെ 3 ഇരട്ടിയിലേക്ക് എത്തിക്കണം. താല്പര്യമുണ്ടോ? എത്തിക്കാൻ താല്പര്യമുണ്ടോ? 3 ഇരട്ടി കസ്റ്റമർ വരാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. 4000 രൂപ. അതായത് നിങ്ങൾ ഒരു ആഴ്ചയിൽ ഞായറാഴ്ച 4 ഞായറാഴ്ച വാങ്ങുന്ന കുഴിമന്തിയുടെ കാശ്, അത്രേ ഉള്ളൂ മെന്റർഷിപ്പ് പ്രോഗ്രാമിന്. 4000 രൂപ. നിങ്ങളുടെ അവിടെ വെറുതെ ഇരുത്തിയിട്ടില്ലേ, നിങ്ങളുടെ സ്റ്റാഫിനെ റിസപ്ഷനിൽ ഇരുത്തിയിരിക്കുന്ന ഒരു സ്റ്റാഫില്ലേ, വെറുതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മൊബൈലിൽ വാട്സപ്പ് തോണ്ടിയിരിക്കുന്ന ഒരു സ്റ്റാഫില്ലേ, ആ സ്റ്റാഫിന്റെ സാലറിയുടെ 1/3. അത്രേ ഉള്ളൂ. ഒരു വർഷം മാസത്തിൽ 4000 രൂപ ചെലവഴിച്ചാൽ ഇതുപോലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇത് എന്താണെന്ന് കൂടുതൽ എന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇത് എന്നെ കുറിച്ച് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 15 കൊച്ചിയിൽ വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ തിരക്ക്, വീട്ടുകാർക്ക് നിങ്ങളെ കിട്ടുന്നില്ല, കൂട്ടുകാർക്ക് നിങ്ങളെ കിട്ടുന്നില്ല, എല്ലാ കസ്റ്റമേഴ്സിനും നിങ്ങളെ കിട്ടുന്നില്ല, ഈ കംപ്ലൈന്റ് തീർക്കണമെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 15 പരിപാടിയുണ്ട്. എൻ്റെ ടീം നിങ്ങളെയൊക്കെ വിളിക്കും. അറ്റൻഡ് ചെയ്യുക, അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടേക്കുക. ഇനി ടീമിന് വിളിക്കാണ്ടിരിക്കുക ചെയ്യണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓർമ്മിപ്പിക്കാണ്ട് 6 മണിക്ക് എഴുന്നേറ്റ് വരുന്നവനാണ് മിടുക്കൻ, അല്ലാണ്ട് ഓർമ്മിപ്പിക്കാനുള്ളവനല്ല. അബി ഞാൻ അതിൽ കൺഗ്രാജുലേറ്റ് ചെയ്യണു. 5:45 കൃത്യം സുഷിന് കോള് വന്നു. സുഷിന് എൻ്റെ ഒപ്പം ഉണ്ട്. ആ കോള് ഞാൻ കണ്ടു. കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്, എനിക്കറിയാം. പല ടീം ലീഡേഴ്സും ഡൗൺ ആയി പോയതാണ്. നിങ്ങൾ നിങ്ങളുടെ സർവീസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഫോൺ എടുക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു, മനഃപൂർവ്വം പറഞ്ഞത്. ഫോൺ എടുക്കണ്ട. സുഷി ഉണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു. സുഷി എൻ്റെ ഒപ്പം ഉണ്ട്. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. എന്താ സർവീസ്, കസ്റ്റമറുടെ അടുത്ത് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാണ്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുക. എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ? എല്ലാവരും 15, 18, 20, 30, 50 വർഷത്തെ എക്സ്പീരിയൻസും ചരിത്രവും ചാരിതാർത്ഥ്യവും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. സിമ്പിൾ ഉള്ളൂ. എനിക്ക് 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ. പക്ഷെ ഞാൻ അതിൽ എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ അതിന്റെ മുകളിൽ കൂടെ കുറച്ചും കൂടി കാര്യങ്ങൾ ഒരു 20 വർഷത്തേക്കുള്ള, അടുത്തൊരു 20 വർഷത്തേക്കുള്ള അല്ലെങ്കിൽ 20 വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കാശ് കൊടുത്ത് പഠിച്ചു. അതാണ് ഞാനും ഇവിടെ ഇരിക്കുന്ന 18 വർഷക്കാരും അല്ലെങ്കിൽ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ? അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളൊരു പ്രസന്റേഷൻ അവതരിപ്പിക്കുന്ന രീതിയിൽ പല രീതിയിൽ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ തുടങ്ങുന്നത് കസ്റ്റമറുടെ പെയിനിനെ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് കസ്റ്റമറുടെ ഏത് പെയിനാണ് സോൾവ് ചെയ്യുന്നത്. നമ്മളിവിടെ ഇരുന്ന് വലിയ ഡയലോഗ് പറഞ്ഞു, സൊല്യൂഷൻ മേക്കറാണ് നമ്മൾ ഡോക്ടറാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. സൊല്യൂഷൻ എന്താണ് കൊടുക്കേണ്ടതെന്ന് നമ്മുടെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ട്. ജീവൻ സാറുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കുള്ള കരിയർ കൊടുക്കലാണ്. അവരുടെ ശമ്പളം കിട്ടുന്ന രീതിയിലുള്ള കരിയർ കൊടുക്കലാണ്. പിങ്കിയെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് പോകണമെന്നും സെറ്റിൽ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവർക്കുള്ള സൊല്യൂഷൻ പ്രൊവൈഡിങ് ആണ്. ഷംനയെ സംബന്ധിച്ചിടത്തോളം ഷംനയ്ക്ക് സാമ്പത്തികമായിട്ട് എങ്ങനെ ആളുകൾക്ക് ഇംപ്രൂവ് ചെയ്യാമെന്നുള്ളതിന്റെ സൊല്യൂഷൻ കൊടുക്കലാണ്. സനീഷയെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ പെയിൻ, വേദന, യഥാർത്ഥ വേദന, മരുന്ന് കൊടുക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ ഹെൽത്തിനോട് ബന്ധപ്പെട്ടുള്ള സൊല്യൂഷൻ കൊടുക്കലാണ്. ഈ സൊല്യൂഷൻ നമ്മുടെ അടുത്തുണ്ട്. ഈ സൊല്യൂഷൻ നമ്മൾ എന്തിന് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യണം? അതിന് കസ്റ്റമറുടെ പെയിന് കണ്ടുപിടിക്കണം. ആ പെയിന് ചോദിക്കണം. പിങ്കി, സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടില്ലേ? പറയും. മാസം ഒരു അറ്റം മുതൽ മറ്റേ അറ്റം എത്തിക്കാൻ ഭയങ്കര പാടില്ലേ? ഇല്ലേ? ഈ ഇത്രയും സ്കില്ലുകൾ കൊണ്ട് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? എന്തിനാ നമുക്ക് സ്കില്ല്? സ്കില്ല് കൂടുമ്പോൾ നമ്മുടെ വരുമാനം കൂടും. ശരിയാണോ?
കൂട്ടണോ? സ്കില്ല് കൂട്ടണോ? ആഗ്രഹമുണ്ടോ? സമ്പാദ്യം കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? വരുമാനം കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഇന്ന് ഉണ്ടാക്കുന്നതിന്റെ 3 ഇരട്ടി ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. പിക്ക് ഇന്ന് ഉണ്ടാക്കുന്നതിന്റെ 3 ഇരട്ടി ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ തയ്യാറാണോ? അപ്പൊ എങ്ങനെയാ? ക്യാഷോ ഗൂഗിൾ പേയോ? ഇത് ചോദിക്കാനുള്ള കോൺഫിഡൻസ് ആണ്. അത് വേണം. ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് അവസാനത്തെ 15 മിനിറ്റിൽ സംസാരിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. 3 വാക്കുകൾ. ദാറ്റ്സ് കോൾഡ് ഫീച്ചർ, ബെനിഫിറ്റ് ആൻഡ് അഡ്വാൻറ്റേജ്. ഇവിടെ ഇരിക്കുന്നവരിലെ മാക്സിമം ആളുകളും നിങ്ങളുടെ ഫീച്ചറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ പ്രൊഡക്റ്റ് അങ്ങനെയാണ്, എൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ്, എൻ്റെ പ്രൊഡക്റ്റ് അങ്ങനെയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെത് പുതിയതാണ്, എൻ്റെത് പഴയതാണ്, എൻ്റെ കമ്പനിക്ക് നിങ്ങൾക്ക് 10% 10 ഇരട്ടി റിട്ടേൺസ് തരാൻ പറ്റും. ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിയാണോ? ഇനി മാക്സിമം പോയാൽ നിങ്ങൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചറിന്റെ അപ്പുറത്ത് ബെനിഫിറ്റ് ഉണ്ടാവും. 10 വർഷത്തെ വാറണ്ടി കൂടി ഞാൻ തരുന്നുണ്ട്. 10 വർഷത്തെ വാറണ്ടി കൂടി ഞാൻ തരുന്നുണ്ട്. ഇപ്പോൾ രമേശിന്റെ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ രമേശ് പറയാണ്, അതെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. എനിക്ക് SBI ഉണ്ട്, HDFC ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, 14 കമ്പനികളുണ്ട്. അപ്പൊ താങ്കൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ഞങ്ങൾക്ക് തരാൻ പറ്റും. അത് ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് പ്രൊഡക്റ്റ് പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ ആദ്യം പറഞ്ഞത് ഫീച്ചറും രണ്ടാമത് പറഞ്ഞത് ബെനിഫിറ്റുമാണ്. പക്ഷെ രമേശ് ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാലും കസ്റ്റമർക്ക് ബോധ്യമാവില്ല. കാരണം എന്താ അറിയോ? കസ്റ്റമറുടെ പെയിനിനെ മാന്തി പൊട്ടിച്ച് കീറി അതിൽ മരുന്ന് വെച്ചോളൂ. ക്ലിയർ? കറന്റ്ലി ഉള്ളത് മാത്രമല്ല, അവൻ അറിയാത്ത കുറച്ചുണ്ട്. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം എന്താ ചെയ്യുക? ഒരു മരുന്നിന് ഒരു മുറിവ് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ആ മുറിവിന് എന്നാ മരുന്ന് വെച്ചോ എന്നാ പറയുക. അതിനെ കത്രിയെ കൊണ്ട് അപ്പുറത്ത് കൂടെ കീറി ഇപ്പുറത്ത് കൂടെ കീറി അതിനെ പൊളിച്ച് അതിന്റെ അപ്പുറത്തുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് മരുന്ന് വെക്കുക. ശരിയാണോ ഞാൻ പറയണത്? ആണോ? എന്നിട്ട് മരുന്ന് വെക്കുമ്പോ ഭയങ്കര പെയിൻ ആയിരിക്കും. ആ വീണതിനെക്കാട്ട് പെയിൻ ആയിരിക്കും ഡോക്ടർ മറ്റേ ചികിത്സിക്കുന്ന സമയത്ത്. ശരിയല്ലേ? പക്ഷെ അതോട് കൂടിയിട്ട് അവന്റെ വേദന തീരുകയാണ്. സെറ്റല്ലേ? അതിനെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അവന്റെ പെയിനിനെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഞാൻ ശ്രീജിത്ത് കേസി കഴിഞ്ഞ 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാൻ വൺ ഓഫ് ദ ബിസിനസ് ഇൻഫ്ലുവൻസർ. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ദ ബിസിനസ് ഇൻഫ്ലുവൻസർ എന്നാണ്. ഞാൻ സെയിൽസിൽ ക്ലാസ് എടുക്കും, ഞാൻ ബിസിനസ്സിൽ ക്ലാസ് എടുക്കും, ഞാൻ കൺസൾട്ടിങ് എടുക്കും. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഓഗസ്റ്റ് 15 ഒരു പ്രോഗ്രാം ഉണ്ട്. ബിസിനസ്സിൽ സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ വേണമെങ്കിൽ പോരെ. ഉണ്ടോ? അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോ? ഉണ്ട് എന്ന് പോരെ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? സെയിൽസിൽ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ലേ? പ്രശ്നമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? വാ, മെന്റർഷിപ്പ് എടുത്തോ, ബിസിനസ് പഠി. നിങ്ങളുടെ ഡെയിലിയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ പറയാൻ അറിയാത്ത ഉണ്ടോ? അല്ലെങ്കിൽ ആളുണ്ടോ? കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടോ? പോരെ. അതാണ് അഡ്വാൻറ്റേജ്. വലിയൊരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഈ 3/4 മണിക്കൂർ കൊണ്ട് 45 മിനിറ്റ് കൊണ്ട് നമ്മൾ സംസാരിച്ചത്. കൃത്യം പറഞ്ഞാൽ 35 മിനിറ്റ് കൊണ്ട് സംസാരിച്ചത്. നല്ലൊരു ആർക്കെങ്കിലും മനസ്സിലായോ? ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം. ഇനി എൻ്റെ അടുത്ത് വാ, അടുത്ത 1 മിനിറ്റ് സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ എങ്ങനെ അഡ്വാൻറ്റേജ് ബേസ്ഡ് ആയിട്ട് FBA ബേസ്ഡ് എന്നാ പറയുന്നത്, FBA ബേസ്ഡ് പ്രസന്റേഷൻ ആക്കണമെന്ന് 1 മിനിറ്റ് ആദ്യത്തെ 2 പേർക്ക് മാത്രം. കമോൺ. എന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ജീവൻ സാറിനെ ഓക്കെ. ആദ്യം കേട്ട ശബ്ദം ജീവൻ സാറ്. രമേശ് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ജീവൻ സാറെ സംബന്ധിച്ചോളം ജീവൻ സാർ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ ഭാവിയെ കുറിച്ചാണ്. അവന് ജോലി ചെയ്യാൻ ഏതൊക്കെ രീതിയിലാണ് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്നതിനെ കുറിച്ചാണ്.
അവന് എവിടൊക്കെ സ്ഥലങ്ങളിൽ പോവാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കലാണ്. അതിനനുസരിച്ചാണ് താങ്കളുടെ മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഈസി ആയിട്ട് സെല് ചെയ്യാൻ പറ്റുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ദുബായിക്ക് പോയിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ? ചോദ്യമാണ് കേട്ടോ. ദുബായിക്ക് പോയിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ? ദുബായിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് മലയാളികൾ, വർക്ക് ചെയ്ത ഫീൽഡ് ഏതായിരുന്നു? ടെക്നീഷ്യൻ ഫീൽഡ് ആയിരുന്നു. അതായത് വെൽഡർ, ഫിറ്റർ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, കൺസ്ട്രക്ഷൻ ബന്ധപ്പെട്ട ടെക്നിക്കൽ ഫീൽഡ് ആയിരുന്നു, ശരിയാണോ? ഓട്ടോമൊബൈൽ ആണോ? നമ്മുടെ അപ്പൂപ്പന്മാര്, നമ്മുടെ മുകളിൽ, ഞാൻ സ്റ്റുഡന്റിനോടുള്ള ചോദ്യമാണ്, നമ്മുടെ അപ്പനോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അതിന് മുകളിലുള്ള ആളുകൾ ദുബായിലോ പുറത്ത് രാജ്യങ്ങളിലോ പോയിട്ട് പണിയെടുത്തുകൊണ്ടിരുന്ന ടെക്നിക്കൽ ജോലിയായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബ്ലൂ കോളർ ജോലിയായിരുന്നു, അല്ലേ? അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? അബി, ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്കൊരു ടെക്നിക്കൽ ജോലിയാണോ ഒരു മാനേജീരിയൽ ജോലിയാണോ ഇഷ്ടം? ടെക്നിക്കൽ ജോലിയാണോ മാനേജീരിയൽ ജോലിയാണോ ഇഷ്ടം? മാനേജീരിയൽ ജോലി. നിങ്ങൾക്ക് എവിടെ തോന്നുന്നത്? ടെക്നിക്കൽ ജോലിയിലാണോ മാനേജീരിയൽ ജോലിയിലാണോ കൂടുതൽ ശമ്പളം കിട്ടുന്നത്? എവിടെ തോന്നുന്നത്? മാനേജീരിയൽ. നിങ്ങൾ കണ്ടിരിക്കുന്നത് ടെക്നിക്കൽ ജോലിക്കാരാണോ മാനേജർ ജോലിക്കാരാണോ കുറച്ചുകൂടി സുഖമായിട്ട് ജോലി ചെയ്യുന്നത്? ഏത് ടൈപ്പ് ജോലിക്കാരാ? മാനേജീരിയൽ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ സമൂഹത്തിൽ ടെക്നിക്കൽ ജോലിക്കാരനാണോ ഒരു മാനേജർക്കാണോ വാല്യൂ കൂടുതൽ കിട്ടുന്നത് കണ്ടിട്ടുള്ളത്? അപ്പോ നിങ്ങൾക്ക് ആഗ്രഹം ഒരു ടെക്നീഷ്യൻ ആവാനാണോ ഒരു മാനേജർ ആവാനാണോ? ഒരു മാനേജർ ആവാൻ നിങ്ങൾക്ക് വേണ്ട സ്കില്ലുകൾ എന്താ നിങ്ങൾക്ക് അറിയൂ? ഇങ്ങോട്ട് പോരെ, ജീവൻ സാർ അടുത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതിൽ ഒരു ഇന്റർനാഷണൽ ലെവൽ ഹോസ്പിറ്റലിൽ എങ്ങനെ ജോലി ചെയ്യാമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിച്ചു തരും, ജോലിയൊക്കെ തരും. താല്പര്യമുണ്ടോ അബി? ഇനി അഭിമുണ്ടോ? ജീവൻ സാറേ, അതെന്ത് കഴിഞ്ഞ 14 വർഷത്തിനിടയ്ക്ക് ഈ വർഷം മാത്രം ഡൗൺ ആയി പോകാൻ കാരണം മനസ്സിലായോ? നിങ്ങൾക്ക് അറിയുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. ഇത്തവണ നിങ്ങൾ അതുകൊണ്ട് അതുമില്ല ഇതുമില്ല എന്നുള്ള അവസ്ഥയിലായി. ഇപ്പോ ഫാറൂഖ് ജിക്ക് ഇവിടെ ഇരിപ്പുണ്ട്, പാലക്കാടൻ ഭാഷ. എന്താണ്ടോ ഉണ്ണിയത്, നിങ്ങൾ പാലക്കാട്ടുകാരനല്ലേ, നിങ്ങൾക്കൊന്ന് മാറിക്കൂടെ? ഫാറൂഖ് ജി, ജീവൻ സാർ പാലക്കാട്ടുകാരനാട്ടോ. ഗുഡ് മോർണിംഗ്. ഞാനും ജീവനും ഒന്നിച്ച് പഠിച്ചത് സർ, ചിറ്റി കോളേജില്. എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഫറൂഖ് ആണോ? അതെ. മെഡിക്കൽ റെപ്പ് അല്ലേ? വലിയ കമ്പനിയുടെ മുതലാളിയാണ്. അതെ ജീവൻ, അതെ. ഇപ്പൊ മനസ്സിലായോ? സഹപാഠികൾ ഒരുമിച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വേറൊരു ക്ലാസ്സിൽ വന്നിരുന്നു അറ്റൻഡ് ചെയ്യണ. അതായത് അദ്ദേഹത്തിന്റെ അനിയനുണ്ട്, അനൂപ് ജൈനായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. ഇദ്ദേഹത്തിനായിട്ട് കുറച്ച് ഗ്യാപ്പായി പോയി, ഒരു വലിയ ഗ്യാപ്പായില്ലേ? പെണ്ണും കെട്ടി ആലപ്പുഴയിൽ മറ്റേ കായൽ തീർത്ത് താമസം. അറിയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ, അനൂപ് എനിക്ക് അറിയാറുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്. ജീവൻ സാറുടെ അടുത്തൊരു നല്ല അടിപൊളി ഹോസ്പിറ്റൽ ഉണ്ട്, ആയുർവേദ ഹോസ്പിറ്റലാണ് കേട്ടോ. ഞാനവിടെ പോയിട്ടുള്ളതാണ്. അന്ന് ചികിത്സകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കടലിന്റെ തടുത്താണ്, ഫാന് വേണ്ട. ആ ഇതില് ഹോസ്പിറ്റലില് ഫാന് വേണ്ട. കടലിന്റെ അടുത്ത് ഇങ്ങനെ എന്താ രസം എന്നറിയോ? കടലിനെ ഇഷ്ടപ്പെടുന്നവര്, ആരോഗ്യം ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സംഭവമാണ്. തോട്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം, തോട്ടപ്പള്ളി ബീച്ചിന്റെ തൊട്ട് ഓപ്പോസിറ്റില് പൊളി സാധനം. താല്പര്യമുള്ളവർക്ക് ജീവൻ സാറെ കണക്ട് ചെയ്താൽ മതി, നമ്മുടെ ഗ്രൂപ്പിൽ നമ്പർ ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ചെയ്തത് നൈസായിട്ടുള്ള പ്രസന്റേഷനാ, സെയിൽസാ. ഞാൻ എന്തെങ്കിലും കമ്പനിയുടെ പേര് പറഞ്ഞായിരുന്നോ? പ്രൊഡക്റ്റ് എന്താന്ന് പറഞ്ഞായിരുന്നോ? നസ്യമുണ്ട്, കിഴിയുണ്ട്, ഒഴിച്ചിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? അത്രേ ഉള്ളൂ. അതാണ് സെയിൽസ്.
അല്ലാണ്ട് നമ്മൾ പണ്ട് എല്ലാവരും പഠിക്കുന്ന കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് അതിന്റെ വിശദീകരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിന് പ്രൊഡക്റ്റ് നോളേജ് അല്ല കൊടുക്കേണ്ടതല്ല, കൊടുക്കണം. ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നത് ഈ പ്രൊഡക്റ്റിനെ എങ്ങനെ സെല്ല് ചെയ്യാൻ പഠിപ്പിക്കണം എന്നാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതിന് എന്ത് അഡ്വാൻറ്റേജ് കാണിക്കണം എന്നാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ സ്റ്റാഫ് ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരുടെ സ്റ്റാഫ് നേരിടുന്ന പ്രശ്നം എന്താ അറിയോ? അവൻ 1ാം ക്ലാസ് മുതൽ +2 അല്ലെങ്കിൽ ഡിഗ്രി വരെ പഠിച്ചിരിക്കുന്നത് കണക്ക്, സയൻസ്, അവരുടെ തലയെ കൊള്ളാത്ത കുറെ സാധനങ്ങൾ, ബയോളജി, ഹിസ്റ്ററി, അത് ഇത്. അവൻ ഒരു കാലത്ത് സെയിൽസ് പഠിച്ചിട്ടില്ല. അത് പഠിപ്പിച്ചു കൊടുക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കണം. സാറേ ടീമൊന്നും പോരാ, ടീം പോരാ. എന്തുകൊണ്ടാ ടീം പോരാന്ന് വെച്ചാൽ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങളുടെ മക്കള് പോരാന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കുട്ടി പോരാന്നല്ല, നിങ്ങൾ പോരാന്നാ. നിങ്ങൾ അവനെ കൃത്യമായ വഴി കാട്ടി കൊടുത്തിട്ടില്ല. അപ്പൊ ടീമിനെ എങ്ങനെ റിക്രൂട്ട് ചെയ്യണം, ടീമിനെ എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യണം, ടീമിനെ എങ്ങനെ പണിയെടുപ്പിക്കണം എന്നുള്ളത് അറിയണം. നിങ്ങളുടെ ഓഗസ്റ്റ് 15-ാം തീയതി വരിക. അക്കൗണ്ട് നമ്പർ ഇതാ. നിങ്ങൾ ചുമ്മാ പറ്റിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ 1 മണിക്കൂർ ഞാൻ രാവിലെ എഴുന്നേക്കുന്നുണ്ട്, 6 മണിക്ക് എഴുന്നേക്കുന്നത് മറ്റുന്ന ഒരു കാര്യമില്ല. ഇനി ഒരു ഇത് കൂടി പറഞ്ഞുതരാം. വേണ്ട, അത് നാളെ പറയാം. ഞാൻ പറഞ്ഞത് ഇന്ന് വലിയൊരു ടോപ്പിക്കാണ് ഞാൻ എടുത്തത്. ആക്ച്വലി വലിയൊരു ടോപ്പിക് എടുത്തത്. ഞാൻ അതിനെ എങ്ങനെ 1 മണിക്കൂറിലേക്ക് കൊള്ളിക്കുന്ന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തരം പോലെ ഓരോരുത്തർ വന്ന് എൻ്റെ അടുത്ത് വന്ന് ചാടുന്നു. ഫീച്ചർ, ബെനിഫിറ്റ്, അഡ്വാൻറ്റേജ്. ടോക്ക് അബൌട്ട് അഡ്വാൻറ്റേജ് ആൻഡ് ടെൽ ദം that feature is there with me. ജാഗ്വാർ എന്ന് പറയുന്ന കാറാണ് വൺ ഓഫ് ദ സേഫസ്റ്റ് കാർ എന്ന് അവര് പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫീച്ചർ ഞങ്ങളുടെ അടുത്തുണ്ടെന്ന് അവർ പറയുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ ഫീച്ചർ കാരണം ഏറ്റവും നല്ല കാറാവുന്നു അതല്ല, തിരിച്ചാണ്. ഈ ബെനിഫിറ്റും അഡ്വാൻറ്റേജും ശരിക്കും ഒന്നല്ലേ വരിക? അല്ല. സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാ? സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഓക്കെ, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാ? സേഫ്റ്റി ഉറപ്പ് വരുത്താനാണ്. ആണോ? നിങ്ങൾ മരിക്കാതെ കാത്തു സൂക്ഷിക്കലാണ് എൻ്റെ വണ്ടിയുടെ ഗുണം എന്ന് പറയുന്നതും നിങ്ങൾ സേഫ്റ്റി ഉറപ്പ് വരുത്തും എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടോ? രാമേന്ദ്രേട്ടാ, ഞാൻ രാമേന്ദ്രേട്ടനോട് പറയാണ്, ഞാൻ നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തും. അപ്പൊ രാമേന്ദ്രേട്ടൻ പറയും, ഞാൻ കേട്ടിട്ടുണ്ട് കിട്ടുണ്ണി എത്ര കേട്ടതാണ് കിട്ടും. എന്നാൽ അതേ രാമേന്ദ്രനോട് ചോദിക്കുക, രാമേന്ദ്രേട്ടാ കുറച്ചു കാലം കൂടി ജീവിക്കണ്ടേ, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് യാത്ര ചെയ്യും. രാമേന്ദ്രേട്ട അപ്പെടുത്തിട്ട് വലിച്ചിടും. എന്താ കാരണം? ജീവിക്കണം. രാമേന്ദ്രേട്ടന്റെ പെയിനെ അവിടെ മാന്തുന്ന തോണ്ടുന്നത്. അതായിരിക്കണം അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി കസ്റ്റമറുടെ പെയിനിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന കാര്യമായിരിക്കണം അഡ്വാൻറ്റേജ്. മറ്റേതെന്താണ്? ബെനിഫിറ്റ് ആണ്. ജസ്റ്റ് ബെനിഫിറ്റ് പറഞ്ഞു പോകുന്നു. സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചാൽ സേഫ്റ്റി ഉണ്ടാവും, ഹെഡ്ലൈറ്റ് ഉപയോഗിച്ചാൽ കാറിന്റെ ലൈറ്റ് കാണാം, സ്റ്റിയറിംഗ് ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാം. ഇതൊക്കെ ഫീച്ചറാണ്. ക്ലിയർ? എന്ത് സൗണ്ട് സൈലന്റ് ആയിട്ടിരിക്കുന്നു? ചോദ്യങ്ങൾ വരട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉത്തരം. ഹരിദാസേട്ടൻ പറയാ. എനിക്ക് ഹരിദാസേട്ടന്റെ പ്രതീക്ഷ പറഞ്ഞു. ഹരിദാസേട്ടൻ ഞാൻ ഒരു സെറ്റാക്കി തരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഹരിദാസേട്ടന് വേണ്ടി ഒരു ബ്ലൂ പ്രിന്റ് ഞാൻ തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഹരിദാസേട്ടനാണ് എന്റെ ഒരു വിഷയം. ഇനി നമ്മള് തോൽക്കില്ല കേട്ടോ, തീരുമാനിച്ചോ? സാർ ഇന്ന് പറഞ്ഞ പോലെ ആണെങ്കിൽ ഹരിദാസ് സാറിന്റെ പ്രൊഡക്റ്റ് എല്ലാ സ്ത്രീകൾക്കും പ്രിയപ്പെട്ട പ്രൊഡക്റ്റ് ആണ്. എനിക്ക് തന്നെ സാറെന്ന് പറഞ്ഞപ്പോ ഇന്ന് തന്നെ ഹരിദാസ് സാറിനെ ഒന്ന് വിളിച്ചിട്ട് എനിക്ക് ഒരു യൂണിറ്റ് വാങ്ങണം എന്ന് തോന്നി. കാരണം 2 ഭയങ്കര ബുദ്ധിമുട്ടുകളും സാറ് പറഞ്ഞു. കൈ മുറിയലും പ്രധാന പ്രശ്നമാണ്, ഈ ചിരട്ട കൊണ്ട് മാനേജ് ചെയ്യലും വലിയ പ്രശ്നമാണ്. പിന്നെ ഈ തേങ്ങ പൊതിക്കലും. എന്റെ പൊന്ന് സദ്യ, എന്റെ വീട്ടില് തേങ്ങ ചെറിയിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. എനിക്കറിയില്ല ഇത്. എന്റെ വീട്ടിലും അതെ. ഞാൻ പതുക്കെ നൈസായിട്ട് ഹാളിലേക്കൊക്കെ വരും. ആളെന്തെങ്കിലും പണിയെടുക്കാണെന്ന് ചോദിക്കും, തിരക്കാണോ?
ഒരു എന്റെ ഹെൽപ്പ് ഫോണിലേക്കല്ലേ നിങ്ങൾ പതുക്കെ വീട്ടിലിരിക്കുന്ന പതുക്കെയല്ലേ. ഞാനൊരു കഥ പറയട്ടെ. തങ്കം എന്ന് പറഞ്ഞ പെങ്ങോട്ടെ രഞ്ജിനിജി വേറെ പോയി പറയരുത്, വീട്ടിൽ പോയി കുടുംബ പ്രശ്നം ഉണ്ടാക്കരുത്. 22 ദിവസം ഞാൻ താമസിച്ചിട്ട് വേറെ സ്ഥലത്ത് ഹൈദരാബാദിലായിരുന്നു. 22 ദിവസം ഞാൻ താമസിച്ചിട്ട് ഞാൻ എന്റെ ഭാര്യയെ എന്റെ മക്കളെയും കാണാൻ, ഇത് കൊറോണയ്ക്ക് മുന്നുള്ള കഥ കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ വീട്ടിൽ വന്ന് കയറിയപ്പോ ഞാനിങ്ങനെ മറ്റേ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വളരെ എന്താ പറയാ എക്സൈറ്റഡ് ആണ്. 22 ദിവസത്തിന് ശേഷം എന്റെ പിള്ളേരെ കാണാം, എന്റെ ഭാര്യയെ കാണാന്നൊക്കെ വെച്ചിട്ട് ഞാൻ ബാഗ് വെക്കുന്നു, കുട്ടികൾ ഓടി വരുന്നു, കുട്ടികൾ കാലിനിടയിൽ നിൽക്കുമ്പോ ഏട്ടാ ഈ തേങ്ങ ഒന്ന് ചരക്കി തരും. കറക്റ്റ് ആണ് സാറേ, കറക്റ്റ് ആണ്. ഞാൻ എന്റെ കറക്റ്റാണ്. ഭർത്താവിനിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാര്യമാർക്കുള്ള പണിയാണ് ഈ പണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞ ഞങ്ങൾ പെണ്ണുങ്ങൾക്കല്ല പെയിന് മാറുക, ഞങ്ങൾ ആണുങ്ങളുടെ പെയിനാ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഹരിദാസേട്ടൻ, ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യോ, ഒരു മുറി തേങ്ങ ഒന്ന് ചെണ്ടി തരുമോന്ന് ചോദിക്കും. അപ്പോ ഹരിദാസ് സാറിന്റെ പ്രൊഡക്റ്റ് ഭയങ്കര ഒരു സൊല്യൂഷൻ ആണ്. ഹരിദാസേട്ടാ, മറ്റേ ഓഗസ്റ്റ് 15-ാം തീയതി വരുമ്പോ ഒരു 15-20 പാക്കറ്റ് എടുത്തിട്ട് പോരെ, ഞാൻ വിറ്റ് തരാം, കമ്മീഷൻ തന്നാ മതി. ഓക്കെ ഓക്കെ. പിന്നെ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് 7 മണിക്ക് നിർത്തണ്ടേ? സാർ ഗുഡ് മോർണിംഗ്. ഒരു ചോദ്യം, അതായത് നമുക്ക് ഈ പ്രസന്റേഷൻ നമ്മൾ ചെയ്യുമ്പോഴേ സാർ പറഞ്ഞു ബെനിഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ സക്സസ് സ്റ്റോറികൾ നമ്മളിപ്പോ നമ്മുടെ കസ്റ്റമറോട് പറയുന്നത് ഒരു വാല്യൂ ആഡഡ് ആയിരിക്കില്ലേ? ആദ്യമേ കയറി അടിക്കാതിരുന്നാ മതി. സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് ആയിരിക്കണം നമ്മുടെ സക്സസ് സ്റ്റോറീസ്, നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ്, നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് ആയാൽ മതി. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറയാം, ആദ്യമേ നമ്മൾ കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങും. നമ്മുടെ ആദ്യത്തെ പ്രശ്നം എന്താ? പ്രൈം കൺസേൺ എന്താണ്? കസ്റ്റമറുടെ പെയിന് സൊല്യൂഷൻ കൊടുക്കലാണ്. അതിനാണല്ലോ താങ്കളുടെ ജോലി, താങ്കളുടെ കമ്പനിയുടെ ജോലി. അതല്ലേ നമ്മൾ ആദ്യം പറയേണ്ടത്? അത് പറഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് സപ്പോർട്ടിങ്, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ സംസാരിക്കാം. അതും എല്ലാം കൂടി ഒരുമിച്ചടിക്കരുത്. ഇന്നത്തെ ദിവസം അവൻ അത് വാങ്ങാൻ പോകുന്നില്ലെന്ന് കണ്ടാൽ എല്ലാം കൂടി തള്ളി കൊടുക്കരുത്, കുറേശ്ശെ കൊടുക്കാൻ പാടും. ഇപ്പൊ അസുഖത്തിന് മരുന്നിന് നമ്മൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ അവരുടെ അസുഖം മാറുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാം കൂടി വായിലേക്ക് ഒഴിച്ചു കൊടുക്കാറില്ലല്ലോ, കുറേശ്ശെ അല്ലേ. അതുപോലെ അടുത്തത് ഫോളോ അപ്പിൽ പിടിക്കണം. ഫോളോ അപ്പിൽ നമ്മൾ സക്സസ് സ്റ്റോറീസ്, ടെസ്റ്റിമോണിയൽസ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ മറ്റുള്ള സ്റ്റോറീസ് ഇങ്ങനെ ഫോളോ അപ്പിൽ പിടിക്കണം. അവിടെയാണ് അവയർനെസ് അല്ലെങ്കിൽ അറ്റൻഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോസസ്സിൽ നിന്ന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സെക്കൻഡ് പ്രോസസ്സിലേക്കും വൺസ് താല്പര്യപ്പെട്ട് നിൽക്കുന്നവനെ വാങ്ങാനുള്ള ഡിസയർ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്കും കൊണ്ടുവരേണ്ടത്. നമ്മുടെ പ്രശ്നം, നമ്മൾ കിട്ടുമ്പോൾ ഒരു കസ്റ്റമറെ കിട്ടുമ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് അവനെ വെട്ടി അങ്ങോട്ട് പീസാക്കിടും. അവനെ പീസാക്കരുത്. അവന് ആദ്യം നഖത്തിന്റെ തലപ്പ് മുറിച്ച് കളയും, വിരലിന്റെ തലപ്പ് മുറിച്ച് കളഞ്ഞ് കൈ മൊത്തത്തിൽ മുറിച്ച് കളയും. അങ്ങനെയാണ് വിട്ടത്. എനിക്ക് തോന്നുന്നു സാറിന് അന്നത്തെ എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. എല്ലാം കൂടി ഒരുമിച്ച് പറയാതെ ഒരു 2 ദിവസം മുമ്പുള്ള ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഒരു അഫെയർ പറയുന്ന കാര്യത്തെ കുറിച്ച് എല്ലാം കൂടി ഒരുമിച്ച് പറയാതെ ഫോളോ അപ്പ്. താങ്ക് യു സർ. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ പറയാം. അടുത്തിട്ട് ഒരു 5 മിനിറ്റ് സമയം അനുവദിച്ചിരിക്കുന്നു. രമേശ് എന്താ മിണ്ടാന്ന് പറ, വാ എന്റെ അടുത്ത് വാ, എന്നാലല്ലേ നമുക്ക് ചൊറിയാൻ പറ്റുള്ളൂ. വാ. മുനീർ ഭായ്, രമേശ് ഒരു മിനിറ്റ്. മുനീർ ഭായ് ഇന്ന് അൺലോക്ക് ചെയ്തിട്ടുണ്ട്, എന്തോ സംഭവം ഉണ്ട്, പറഞ്ഞു. ഞാനും പറയുമ്പോ ഏത് രീതിയിൽ തുടങ്ങണം, എങ്ങനെയാണ് ചെയ്യേണ്ടി വരിക എന്നുള്ളതെന്ന് സാറത്ത് പറഞ്ഞുതരാം. ഒരു സ്റ്റുഡന്റിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? നല്ലൊരു കരിയർ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഒറ്റ ചോദ്യമുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആരോ ചെറുപ്പത്തിൽ ചെറിയ ആൾക്കാരുള്ളത്, നിങ്ങൾക്ക് എത്രാമത്തെ വയസ്സിൽ സെറ്റിൽ ആവണമെന്നാണ് ആഗ്രഹം? ഇതാണ് തുടക്കം. കരിയർ കോച്ചിന്റെ തുടക്കം. നമുക്കറിയാം 50 ആയാലും 80 ആയാലും സെറ്റിൽ ആവില്ല എന്ന് നമുക്കറിയാം, ആസ് പെർ അവർ എക്സ്പീരിയൻസ്. പക്ഷെ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ഒരു 28 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 30 എന്നൊക്കെ പറഞ്ഞൊരു കണക്കുണ്ടാവും. കാരണം അവനൊരു കാമുകിയുണ്ട് അല്ലെങ്കിൽ ഒരു കാമുകനുണ്ട്. ഈ കാമുകിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ എഴുതി കാണിക്കുന്ന പോലെ ശുഭം എന്നാണ് പിന്നെ കാണിക്കുന്നത്, അല്ലെ?
കല്യാണം കഴിക്കുന്നു, ഒരുപാട് ഓട്ടങ്ങൾക്ക് ശേഷം കല്യാണം കഴിച്ച് ശുഭം എഴുതി കാണിച്ച പിന്നെ ശുഭാണോ? പിന്നെ നമുക്കറിയുള്ളൂ, പിന്നെ ശുഭം തുടങ്ങുകയാണ് അവിടെ നിന്ന്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ശുഭം ശുഭം എന്ന് എഴുതി വെക്കേണ്ട അവസ്ഥയാണ്. അത് നമുക്കറിയാം, പക്ഷെ നമ്മളത് പറയാൻ പാടും. അവൻ 25-ാമത്തെ വയസ്സിൽ അവൻ സെറ്റിൽഡ് ആവണം. അവന്റെ ഉദ്ദേശം എന്താ? സെറ്റിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കല്യാണം കഴിക്കണം, പറ്റുകയാണെങ്കിൽ ഒരു വീട് വെക്കണം, അവന്റെ കാര്യങ്ങൾ നോക്കണം. 25-ാമത്തെ വയസ്സിൽ 25-ാമത്തെ വയസ്സിൽ അങ്ങനെ തീർന്നതിന് 5 കൊല്ലം കൊണ്ട്, ഇപ്പോൾ 19-ാമത്തെ അല്ലെങ്കിൽ 20-ാമത്തെ വയസ്സിൽ നമ്മുടെ അടുത്ത് ഒരു കരിയർ ഗൈഡൻസിന് വരണമെങ്കിൽ 5 കൊല്ലം കൊണ്ട് അവൻ ആ ലെവലിലേക്ക് എത്താൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ജോലി. ശരിയല്ലേ? സെറ്റിൽ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റിൽ ആവണമെങ്കിൽ ഇന്ന കാര്യം പഠിക്കണം. ഞാൻ ഉറപ്പ് പറയുന്നില്ല നിങ്ങൾക്കൊരു വീട് വെക്കാനുള്ള പൈസ ഉണ്ടാവുന്നുള്ളൂ, പക്ഷെ വീട് വെക്കാനുള്ള പൈസ, ലോൺ എടുക്കാനുള്ള കാശ്, അതിനുള്ള സെറ്റപ്പ് നിങ്ങൾക്ക് ആ ഒരു വർഷം കൊണ്ട് ആവാൻ പറ്റും. ഇത് പറയാൻ നമുക്ക് സാധിക്കണം. അവിടുന്ന് പിന്നെ പിന്നോട്ട് വരണം. അതിനെന്ത് വേണം? അതിനെന്ത് വേണം? അതിനെന്ത് വേണം? ഓക്കെ, നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. രമേശ് പറയും, അൺമ്യൂട്ട് ചെയ്തിട്ട്. അടുത്തത് അമ്പിളിക്കാണ് കേട്ടോ. അമ്പിളി എനിക്ക് മെസ്സേജ് ഞാൻ കണ്ടു. അടുത്ത് രമേശ് പറഞ്ഞു. സൗണ്ട് കുറവാണല്ലോ, എന്ത് പറ്റി? ആ പറയും. ഹലോ, പറഞ്ഞു. ആ പറഞ്ഞു, കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണോ സൗണ്ട്? ക്ലിയർ. അല്ല, പെയിൻ പോയിന്റ്സ് പറയണം എന്നുള്ളത് ആ ഒരു ഇത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം ചോദിക്കുക എന്നുള്ള ഒരു സംഭവം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു ഇപ്പൊ ഞാൻ എന്റെ ഒരു ഒന്നുകൂടി ഞാൻ പറയട്ടെ. ആ ഒരു അതായത് ഒരു നമുക്ക് എല്ലാവർക്കും വരുമാനം ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു മാസത്തിന്റെ അവസാനം എത്തുമ്പോൾ നമുക്ക് നമ്മളിപ്പോ നമ്മുടെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അവസാനം എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ല എന്നുള്ളൊരു ഡയലോഗ് നമ്മളെല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കുറെ ആളുകൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇനി ചെറിയ വരുമാനമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഇപ്പൊ സാലറി ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി സാലറി വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റില്ല എന്നുള്ളൊരു കാര്യം തോന്നാറുണ്ട്. ആക്ച്വലി ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്നുള്ളത്, നമുക്കൊരു സേവിങ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് വരുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു 10,000 രൂപ ശമ്പളമുള്ള ആൾക്കാണെങ്കിലും സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ആൾക്കാർക്ക്. നമുക്കൊന്ന് പോളിഷ് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്നിരുന്ന് പോളിഷ് ചെയ്യാം, നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അമ്പിളിയാണ് അവസാനം സംസാരിക്കുന്ന ആൾ. അതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയണം, അത് കഴിഞ്ഞ് അമ്പിളി ക്ലോസ് ചെയ്തോ. ഇന്ന് കുറെ കാലത്തിന് ശേഷം 35 ആൾക്കാർ മുന്നിൽ കിട്ടിയ സന്തോഷമാണ്. ഒറ്റ കാര്യം ഞാൻ പറയുള്ളൂ, എന്നെ കാണണമെങ്കിൽ, എന്നോട് സംസാരിക്കണമെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഇന്ന് നിങ്ങൾ ആഗസ്റ്റ് 15-ാം തീയതി പ്രോഗ്രാമിനുള്ള ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യുക. 1000 രൂപ മാത്രം. 10 മണി വരെ രജിസ്ട്രേഷൻ എടുക്കുന്നവർക്ക് അന്നത്തെ ദിവസം സംസാരിക്കാൻ, സ്പെഷ്യലായിട്ട് ഇൻഡിവിജ്വലായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നതായിരിക്കും. അത് ആരൊക്കെ എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അമ്പിളി പറഞ്ഞു. സർ, ഞാൻ SBI ലൈഫിൽ നിന്നാണ്. നമ്മൾക്ക് ഒരു മനുഷ്യ ജീവിതത്തിന്റെ പലവിധ ആവശ്യങ്ങൾ, അതായത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ, സാറിന്റെ വീട്, സാറിന്റെ പെൻഷൻ, കുട്ടികളുടെ മാരേജ്, എല്ലാം, സാറിന്റെ ലൈഫ് കവറേജ്, ഇതെല്ലാം കൂടി ഒറ്റ പ്ലാനിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നമ്മൾക്ക്. സ്മാർട്ട് പ്രിവിലേജ് എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ പ്രീമിയം വരുന്നത് ഒരു വർഷം 6 ലക്ഷം രൂപയാണ്. 5 വർഷമാണ് പേയ്മെന്റ് ടൈം. 5 വർഷത്തിന് ശേഷം സാറിന് പാർഷ്യലായിട്ടോ ഫുള്ളായിട്ടോ വേണമെങ്കിൽ ഇത് വിഡ്രോ ചെയ്യാം. നമ്മളിപ്പോ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞ ഫണ്ടിലാണ്.
നമ്മളുടെ മിഡ് ക്യാപ് ഫണ്ട് ലാസ്റ്റ് 1 ഇയർ 56% റിട്ടേൺ കൊടുത്തിട്ടുള്ള ഒരു ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷത്തെ എടുക്കുകയാണെങ്കിൽ 20% കൂടുതൽ നമ്മൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. സാറിന് വേണമെങ്കിൽ പാർഷ്യലായിട്ട് ഇത് വിഡ്രോ ചെയ്യാനുള്ള അവസരമുള്ളതുകൊണ്ട് സാറിന് 15% ഫണ്ട് വാല്യൂവിന്റെ 15% സാറിന് റീഫണ്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനിപ്പോ 5 വർഷം മുമ്പ് 6 ലക്ഷം വെച്ചിട്ട് ഒരു കസ്റ്റമർ എൻ്റെ അടുത്തുനിന്ന് എടുത്തിട്ടുള്ള ഒരു ഇതാണ് അതിന്റെ ബെനിഫിറ്റ്. ഇതിൽ കാണാം 30 ലക്ഷം രൂപ സാർ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ 88 ലക്ഷം രൂപയാണ് ഇന്നത്തെ ഫണ്ട് വാല്യൂ. 88 ലക്ഷത്തിന്റെ ഒരു 1% സാറിന് ലോയൽറ്റി അഡീഷൻ ആയിട്ട് ലഭിക്കും. ഈ 88 നമുക്ക് നന്നായിട്ട് തേച്ച് മിക്കേണ്ടിയിരിക്കും. നന്നായിട്ട് തേച്ച് മിച്ചിട്ടുണ്ടെങ്കിൽ സാർ ഒരു സംശയം ചോദിച്ചിട്ട്, ഇപ്പോ അമ്പിളി ചേച്ചി പറഞ്ഞ സംബന്ധിച്ചില് ഇപ്പൊ പറഞ്ഞത് കംപ്ലീറ്റ് ഫീച്ചേഴ്സ് അല്ലേ? ഇപ്പൊ ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞതെല്ലാം പ്രോഡക്റ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ പറഞ്ഞൊക്കെ ഫീച്ചേഴ്സാണ്. അമ്പിളി, അതാണ് ഞാനും പറഞ്ഞത്, തേച്ച് മിക്കേണ്ടിയിരിക്കും. അഡ്വാൻറ്റേജ് ആണ് അത്, നമുക്ക് പറയേണ്ടത് അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് ഫീച്ചറാണ്. SBI ലൈഫ് എന്ന് ആദ്യം പറഞ്ഞില്ലേ, അവിടെ തൊട്ട് നമ്മൾ മാറ്റണം. സെയിൽസ് ഈസ് ഓൾവേസ് ഇമോഷണൽ, സെൽ ഇറ്റ് പേഴ്സണലി. നിങ്ങൾ വിചാരിക്കുന്നത് SBI ലൈഫ് എന്ന് പേര് പറയുമ്പോൾ, HDFC എന്ന് പേര് പറയുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു പേര് പറയുമ്പോൾ യു വിൽ ഗെറ്റ് മോർ പുഷ് എന്നാണ് വിചാരിക്കുന്നത്. അല്ല, ഹൃദയം ടു ഹൃദയം. ക്ലിയറായോ? നമ്മൾ പോയോ? ഇല്ലല്ലോ. കുറച്ച് മാറ്റങ്ങൾ വരുത്താണ്ട്, സീരിയസ്ലി കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ ഇന്ന് 1 കോടി ചെയ്യണമെങ്കിൽ നമുക്ക് നാളെ 2 കോടി ചെയ്യാം. ഈ വർഷത്തിൽ നമ്മൾ 3 കോടി ഓരോ മാസം ചെയ്യുന്ന സെറ്റപ്പിലേക്ക് എത്തും. അപ്പോ 7:05 ഞാൻ പറഞ്ഞത് മറക്കണ്ട. 10 മണി വരെ സമയമുണ്ട്. ഇപ്പോ 7 മണി 3 മണിക്കൂറിനുള്ളിൽ തീരുമാനിക്കും ആരൊക്കെ എന്നോട് സംസാരിക്കുന്നത്. ഞാനും കുറച്ച് അവൈലബിലിറ്റി ഒക്കെ കുറച്ചാലൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എങ്ങനെയാ? ഫസ്റ്റ് ഓർഡർ ഇവിടെ വന്നിട്ടുണ്ട്. അജ്മല് ഫസ്റ്റ് ഡേ ഇന്ന് ക്ലാസ്. അജ്മൽ ഇന്ന് പൈസ ഇടാന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മേക്ക് ട്രസ്റ്റ് ഗൈസ്. നിങ്ങൾ വിശ്വാസം ഉണ്ടാക്കിയാൽ മതി. കച്ചവടമൊക്കെ തന്നെ വന്നോളും. സെയിൽസ് ഒക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. ഡോൺ വറി. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സജസ്റ്റ് ചെയ്യുക. അത്രയ്ക്ക് പറയാനുള്ളൂ. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പിനെ വിശ്വാസം ഉണ്ടെങ്കിൽ, ദാറ്റ്സ് ഓൾ. നൈസായിട്ട് സെല് ചെയ്ത് തന്നെയാണ്. സെയിൽസ് തന്നെ അതന്നെ എന്റെ പണി. ഇന്നലെ മാർക്കറ്റിംഗും സെയിൽസും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? വ്യത്യാസം. മാർക്കറ്റ്. ക്ലിയർ? ഓക്കെ, താങ്ക് യു. നാളെ കാണാം. ഓക്കെ, നാളെ ചൂടൻ സബ്ജക്റ്റുമായിട്ട് നമുക്ക് നാളെ കാണാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് യു.